നമ്മുടെ ഇന്നത്തെ സാരഥി നമ്മുടെ പ്രിയങ്കരനായ ജോർജ് നെറ്റാണ്. അപ്പോൾ അദ്ദേഹമായിട്ടാണ് നമ്മുടെ എഡ്ജ് ഓഫ് ദ വേൾഡ് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മനോഹരമായ യാത്രയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഏകദേശം എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളുടെ മെയിൻ റോഡിൽ നിന്ന് വിട്ട് ഏകദേശം ഡെസേർട്ടിലൂടെ ഏകദേശം 20-25 കിലോമീറ്റർ റോഡിലേക്ക് പോകണം. ഏകദേശം ടൈം എടുത്ത് വളരെ ബുദ്ധിമുട്ടേറിയ വഴികളാണ്. വളരെ സാഹസം നിറഞ്ഞ ഒരു യാത്രയായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ മാക്സിമം ബാക്കി ഇതിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 5 വണ്ടികളിലായിട്ടാണ് എഡ്ജ് ഓഫ് ദ വേൾഡ് നമ്മുടെ ഇവിടെ നിന്ന് ഒരു കാണാമറയത്താണ്. എത്രത്തോളം യാത്രയാണെന്ന് അറിയത്തില്ല. ഒരു 25 കിലോമീറ്ററോളം മുന്നോട്ടുണ്ട്. സാഹസം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. നമ്മൾ റിയാദിൽ നിന്നും ടാറിട്ട റോഡുകളിൽ നിന്ന് വിട്ട് ഇനി ഒരു മരുഭൂമിയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. റിയാദിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സനൽ ഭായി ഉണ്ട്, അതുപോലെ നമ്മുടെ നൗഷാദ് ഭായി ഉണ്ട്, പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ദമാമിൽ നിന്ന് വന്നിട്ടുള്ള ജോർജ് നെറ്റോ, അതുപോലെ നൗഷാദ് ആലപ്പുഴ, റിജു ഇസ്മായിൽ, അതുപോലെ കൊച്ചുമോൻ, അതുപോലെ നിറാസ് യൂസഫ്, ഷാജി. അപ്പൊ നമ്മളെ ഇവിടെ നിന്നുള്ള അടുത്ത യാത്ര നമുക്ക് നേരെ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു മുനമ്പിലേക്കുള്ള യാത്രയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ നിന്നാണ്. ഒരു 4-5 വണ്ടികളുണ്ട്. പിന്നെ അവരൊന്നിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എത്രത്തോളം നമുക്ക് യാത്ര ദുസ്സഹമാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് പോകും. ഏകദേശം ഒരു 20 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് ഓഫ് റോഡ് യാത്രയുണ്ട്. ഈ ഓഫ് റോഡ് യാത്ര നമുക്ക് ഏകദേശം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികം നമ്മൾ ഈ ഓഫ് റോഡിൽ കൂടെ സഞ്ചരിച്ച് വേണം നമ്മൾ എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ റിയാദിൻ്റെ വടക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ജബൽ ഫിഹ്റൈൻ.
അഥവാ നമ്മളീ പോകുന്ന എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിയാദിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മൾ ഈ ഷുഐബ് അൽ ഹൈസിയ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക. അവിടുന്ന് നമുക്ക് വീണ്ടും 20 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ സഞ്ചരിക്കണം. ഈ ഓഫ് റോഡിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നീണ്ട് കിടക്കുന്ന ഒരുപാട് പർവ്വത നിരകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 20 കിലോമീറ്ററോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന പർവ്വത നിരകൾ നമ്മളുടെ കാഴ്ചയിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പം എത്തിയിരിക്കുന്ന എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 250 മീറ്റർ ഉയരമാണ് പറയപ്പെടുന്നത്. 250 അതിൽ അധികമാണോ എന്നുള്ളത് കൃത്യമായ കണക്കുകൾ എൻ്റെ കയ്യിലില്ല. നമ്മുടെ ഈ എഡ്ജ് ഓഫ് ദ വേൾഡിനെ ശരിക്കും ഭംഗിയാക്കുന്നത് സൂര്യാസ്തമയവും അതുപോലെ തന്നെ സൂര്യോദയവുമാണ്. ഈ 2 ടൈമിലാണ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് കാഴ്ചകൾ ഇവിടെ നിന്ന് ദർശിക്കാൻ പറ്റുന്നത്. ഈ ഹൈറ്റും അതുപോലെ തന്നെ ഈ ഒരു മുനമ്പും ഒക്കെ കൊണ്ട് തന്നെയാണ് ശരിക്കും എഡ്ജ് ഓഫ് ദ വേൾഡിന് ആ ഒരു പേര് ആധുനിക ലോകം നൽകിയിരിക്കുന്നത്. എഡ്ജ് ഓഫ് ദ വേൾഡ് അഥവാ ഭൂമിയുടെ മുനമ്പ് എന്നൊക്കെ അറിയപ്പെടാൻ കാരണമായിരിക്കുന്നത്. അതുപോലെ തന്നെ സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത സവിശേഷതകളിൽ ഒന്നാണ് ഈ ജബൽ തുവൈക്ക്. ആ ജബൽ തുവൈക്കിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് നമ്മൾ ഈ എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ തെക്ക് നജ്റാൻ പ്രവിശ്യയിൽ നിന്നും വടക്ക് അൽ ഖസീം വരെ ഏകദേശം 1000 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ മരുഭൂമി. ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ അവസാനം എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഒരു സൗദി അറേബ്യയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ശരി തീർച്ചയായിട്ടും വന്ന് ഒറ്റ പ്രാവശ്യത്തിന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ മുനമ്പ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ നിരവധി സഞ്ചാരികളാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഈദിൻ്റെ അവധിക്ക് പ്രത്യേകിച്ച് ഈ ആഴ്ചകളിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ വളരെ ദുർഘടമായ റോഡാണെങ്കിൽ പോലും ആളുകൾ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് നോക്കി വയ്ക്കുക. തീർച്ചയായിട്ടും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ കാഴ്ച, വളരെ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി എത്തിയവരാണ്. ഈ യമനിൽ നിന്നും ഇറാനിലേക്ക് പോയിരുന്ന കച്ചവട സംഘങ്ങളൊക്കെ തന്നെ ഈ അറേബ്യൻ ഉപദ്വീപിലൂടെ കടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഒട്ടകച്ചാലായിട്ടും ഇതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജുറാസിക് കാലഘട്ടം നമ്മളിൽ നിന്നും ഒരു 150 ദശലക്ഷം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴമില്ലാത്ത ഉഷ്ണമേഖല കടലായിരുന്നു എന്നുകൂടി പഴയ ആളുകൾ ഇത് പറയപ്പെടുന്നുണ്ട്. ജുറാസിക് കാലഘട്ടത്തിൽ നമ്മളിൽ നിന്ന് ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉഷ്ണമേഖല കടലായിരുന്നു ഈ പ്രദേശം എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. അത് പ്രകൃതിക്ഷോഭം കൊണ്ട് തുവൈക്കിൻ്റെ മലകളുടെ പടിഞ്ഞാറ് 1000 കിലോമീറ്റർ അകലെയുള്ള ചെങ്കടലിൽ ഇറങ്ങിപ്പോയി രൂപപ്പെട്ട പാറക്കൂട്ടങ്ങളാണ് ഇതും എന്ന് പലരും പറയുന്നുണ്ട്. അതിൻ്റെയുള്ള വ്യക്തമായിട്ടുള്ള അറിവുകളൊന്നും നമുക്കില്ല. ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കല്ലുകളുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ആ വെള്ളം ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു താഴ്വരയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് പണ്ട് എങ്ങോ ഒരു കടലായിരുന്നു. കടലിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്ന ഈ എഡ്ജ് ഓഫ് ദ വേൾഡും പരിസര പ്രദേശങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി സ്ഥലങ്ങളുടെ ഒരു കാണാക്കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെയാണ് നമ്മുടെ സൗദി അറേബ്യ എന്ന് പറയാതിരിക്കാൻ വയ്യ. എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ കാഴ്ചകൾ ശരിക്കും വന്ന് കാണുക തന്നെ വേണം. അതിൻ്റെ എത്ര തന്നെ ഞാനത് നിങ്ങളിലേക്ക് പകർന്നു തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആത്മാംശം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ സൗദിയിൽ എവിടെ ഉണ്ടെങ്കിലും തീർച്ചയായും വന്നു പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ മനോഹര കാഴ്ചകൾ ഉൾപ്പെടുത്തി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് വരേക്കും സിറാജ് കരുമാടി സൈനിങ് ഓഫ്. ബൈ.